രാഷ്ട്രീയ കൊലപാതകമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ സാധ്യമല്ല. ഏതായാലും സാധാരണക്കാലം പോണം. 2 ദിവസത്തിനകം പ്രതിയെ ഞങ്ങൾ പിടിക്കും. ബൈ ദ ബൈ, എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം കൊണ്ട് ഇത്തരം കേസുകൾക്ക് തുമ്മുണ്ടാക്കാൻ കഴിയും സാർ. നാരദൻ താമസിച്ചിരുന്ന വീട്ടിലെ കൗസല്യയും കൊല്ലപ്പെട്ട ഖാദറും തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നെന്നും അത് നാരദൻ കണ്ടെന്നും ഏറ്റുമുട്ടലുണ്ടായെന്നും ഒക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളോട് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. ഇനി നിങ്ങളുടെ കഴിവ്. ഞങ്ങളിതിൽ ഞങ്ങളുടെ കഴിവ് കാണിക്കും. കുട്ടമ്പളെ, നാരദൻ എന്ന പേരിൽ ഒരുത്തൻ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ എവിടെയോ താവളം അടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവനെപ്പറ്റി 4-5 പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് സാർ. അവനും അവന്റെ കൂട്ടുകാരനും കൗസല്യ എന്ന പേരിൽ ഒരുത്തിയുടെ കൂടെയാണ് സാർ താമസം. കൊല്ലപ്പെട്ട ഖാദറും അവിടെ ചെല്ലാറുണ്ടെന്ന് അറിഞ്ഞത്. ഈ കൗസല്യ ആള് വളരെ പെശകാണ് സാർ. അവൾക്ക് വേണ്ടി നാരദനും മറ്റവനും ചേർന്ന് ഖാദർ തട്ടിയതായിരിക്കും. കേറി നോക്കടോ. ഇതിനകത്ത് നോക്കിയില്ലല്ലോ. അകത്താരോ തൂങ്ങി നിൽക്കുന്നു. നീ ഇങ്ങോട്ട് ഒന്നല്ല 2 പേര്. അവളായിരിക്കും, അവനും കാണും. ഒറ്റക്കമ്പിയിൽ ഇരട്ട തൂക്കം. അകത്ത് കേറി നോക്കടോ. അകത്ത് കയറി നോക്കാം. എന്തോ ഒരു സ്മെല്ലിങ്. തുറന്നു നോക്ക്. എന്തോ ഒരു സ്മെല്ലിങ്. തട്ടി തുറക്കടോ. ആദ്യ തള്ളം കൊട്ട്. എന്റെ കൈ ഒടിഞ്ഞേ. അയ്യോ, എന്റെ കൈ പോയേ. അയ്യോ, എന്റെ തൊപ്പി. എന്റെ തൊപ്പി എവിടെയാണ്? അയ്യോ, എവിടെ വടി? ചുമ്മായിടും. ഇവിടെ വെച്ചെന്തൊരു പിടിവലി നടന്നിട്ടുണ്ട്. ഇന്ന് ഷൂട്ടിംഗ് ക്യാൻസൽ. എല്ലാരും പോങ്ക. അത് ഷൂട്ടിംഗ് നടന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ? പടം കുറഞ്ഞു പോയി. ഒരു പടത്തിന് 50,000 60,000 ഒക്കെ ചോദിച്ചാൽ ആര് വിളിക്കാൻ? അതൊക്കെ ചോദിക്കാൻ നീ ആരടാ? മര്യാദക്കും തരികം. എന്ത് പറഞ്ഞടാ? മേലിൽ ഈ പടി കയറിപ്പോരുത്. ഇതുവരെ ചെയ്തതിന്റെ കൂലിക്ക് നീ കേസ് കൊടുക്ക്. തൊഴിലില്ലാതെ തെണ്ടി നടന്നപ്പോ വിളിച്ചു കയറ്റിയുള്ള നന്ദി. നീ അപ്പൊക്കെ ചോട നടത്തിയ കാലം മുതലുള്ള കഥ എനിക്കറിയാം. ഇറങ്ങണ പുറത്ത്. ഞാനിപ്പോ പോകുന്നു. പോടാ. എന്താടോ, വല്ല പിടിയും കിട്ടിയോ? സാറേ, പോലീസുകാർ വന്നിട്ടുണ്ട്. ഇത്രയും പോലീസുകാരെ കൊണ്ട് തെളിയിപ്പിക്കാൻ പറ്റാത്തത് പോലീസിനായ വന്നിട്ട് എന്ത് കാര്യം? എടോ, നമുക്കൊക്കെ പട്ടിയുടെ വില പോലും ഇല്ലെന്ന് അർത്ഥം. അത് സാറേ, ഞാനും നിന്റെ ആട്ടെ, പട്ടി വന്നിട്ട് എന്തായി? പട്ടി ജീപ്പിൽ നിന്നെടുത്ത് ഒരൊറ്റ ചാട്ടം, എന്നിട്ട് മതിലിന്റെ പുറത്തുകൂടി ചാടി പറമ്പിലേക്ക് ഒരൊറ്റ ഓട്ടം. അവിടെ മൊത്തം അങ്ങനെ മണപ്പിച്ച് നടന്നു. എന്നിട്ട് ജനലിൽ കൂടി നാരദന്റെ വീട്ടിലേക്ക് ഒരൊറ്റ ചാട്ടമല്ലേ. അവിടെ മൊത്തം ഇങ്ങനെ മണപ്പിച്ച് നടന്നിട്ട് നേരെ ഒരൊറ്റ ഓട്ടം. എങ്ങോട്ട്? കിണറ്റിൻ കരയിലേക്ക്. എന്നിട്ട് അവിടെ അങ്ങനെ മണപ്പിച്ച് നടക്കുമ്പോഴുണ്ട് അതാ വരുന്നു ഒരു പെൺപട്ടി. എന്നിട്ടെന്താ, അവൻ അതിന്റെ പുറകെ അങ്ങ് പോയി. വർഗ ഗുണം. പോലീസായാലും പട്ടി തന്നെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പൊന്നു സാറേ, ഭയങ്കര ആൾക്കൂട്ടോ, ഭയങ്കര നാറ്റം. പറയാതെ കാര്യം എന്താണെന്ന് പറ. എന്റെ പൊന്നകത്തെ തലയില്ലാത്തൊരു മൃതദേഹം ദേ ആ കായലോരത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. ആണോ പെണ്ണോ? ഇവനാരടാ തലയില്ലാതെ അങ്ങനെ ആണോ പെണ്ണോ തിരിച്ചറിയുന്നേ? നമ്മുടെ ആ കാതറ് തന്നെയാണോ? അകത്തെ അവന്റെ സ്വന്തം തണ്ട കണ്ടാ പോലും തിരിച്ചറിയത്തില്ല. സാറേ, കണ്ടവരൊക്കെ പറയുന്ന ആ കാതർ തന്നെയാന്നാ. എന്നിട്ട് താൻ അതും കണ്ടോണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വഴിയെടുത്ത ശവത്തിന് ഫിറ്റ് ചെയ്ത് കൊടുക്കേ. എടോ, തനിക്ക് ബുദ്ധി ഉണ്ടോടോ? വല്ല കമ്പോ തടിയോ വെച്ച് അതങ്ങ് തള്ളി വിട്ടിരുന്നെങ്കിൽ അതൊഴികെ അടുത്ത സ്റ്റേഷൻ അതിർത്തി ചെന്ന് പെടും. നമ്മുടെ ശല്യവും തീരും.
അവന്മാരുടെ പെടലിക്ക് ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാ തല, ഇതാ ശവത്തിന്റെ തലയല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞെത്തും. നമ്മളെല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഓ എന്തൊരു നാറ്റം, മൂക്കിന്റെ ഫ്രിഡ്ജ് പൊട്ടിപ്പോയി. അത് ഇവിടെ നാറ്റം എങ്ങനെയും സഹിക്കാൻ, കൈനഷ്ടം ആര് വഹിക്കും? കൈ നഷ്ടം. ശവം വലിച്ചു കയറ്റാൻ കയറ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. ശവം കിടത്താൻ പനമ്പ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ കൈവണ്ടി വേണ്ടേ? അത് വലിക്കാൻ ആള് വേണ്ടേ? വേണം. ഈ വക നഷ്ടമല്ല ആര് വഹിക്കും? അതിന് സ്റ്റേഷനിൽ ഫണ്ടില്ലേ സാറേ? ഫണ്ടുണ്ട്, പണ്ടുള്ളത് 12 രൂപ 8 അണ. മൗണ്ട് ബാറ്റന്റെ ചെറുപ്പകാലത്ത് എഴുതി വെച്ചത്. നീ ഞങ്ങളെ രക്ഷിച്ചു. ഹൃദയം കിട്ടി, തൊണ്ടയും കിട്ടി. ആ ശവം കിടക്കുന്നിടത്ത് ആര് പോയി? സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇവൻ കൊലപ്പുള്ളിയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ചിലപ്പോ പോളിഗ്രാഫ് ടെസ്റ്റിന് ഇവനെ ഡൽഹി കൊണ്ടുപോകേണ്ടി വരും. എന്തിനാ സാറേ ഇവനെ ഡൽഹിയിലൊക്കെ കൊണ്ടുപോകുന്നത്? ഇവനെ കൊണ്ട് ഇതും ഈ അതിർത്തിയിൽ തെളിയാനുള്ള എല്ലാ കേസും ഞാൻ തെളിയിച്ചു. വേണ്ട, താൻ അതിസാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. എന്താ ഒരു ചിരി? സാർ സാർ ശരി സാർ, എവിടെ വന്നേക്കാം. ലോകത്തിലാക്കി ദേഹോദ്രവൊന്നും എത്തിക്കരുത്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. ബലം പിടിക്കാൻ, ബലം പിടിക്കാൻ. സാറേ ദേഹോദ്രേൽപ്പിക്കുക എന്ന് പറഞ്ഞല്ലേ സാർ അങ്ങോട്ട് പോയത്? താൻ പോടോ, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കേസായത്. പാവം. പ്രമോഷൻ എനിക്ക് ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വിട്, ഇങ്ങോട്ട് വിട്, ഇങ്ങോട്ട് വിട്. ആവണം. നിന്റെ നാരായണനെ അവന്റെ കാമുകി ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. എടാ റാസ്കൽ, നിന്നെ ഉരുട്ടണോ അതോ ഗരുഡം പറപ്പിക്കണോ? അയ്യോ, രണ്ടും വേണ്ട. എന്നാ സത്യം പറ, കാതറിനെ കൊന്ന കത്തി എവിടെ? എനിക്കറിയില്ല, ഞാൻ കൊന്നിട്ടില്ല. എടാ അറിയത്തില്ലെങ്കിലും അവൻ ഏറ്റേരടാ. ഞാൻ കള്ളം പറയില്ല. ചവിട്ടി എല്ലാം അടിക്കണ്ടെങ്കിൽ മര്യാദക്ക് സത്യം പറഞ്ഞു. പറയടാ പറയടാ. നീ ഏൽക്കില്ല അല്ലേ? ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെ സമ്മതിക്കും? എടാ നീ ഏറ്റാൽ ഇപ്പൊ എനിക്കൊരു പ്രൊമോഷനാ. നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയില്ല. ഉരുട്ടവനെ. ഇനി നാളെ ഇനി ഇടിച്ച ഇവൻ ചത്തുപോവും. ഭഗവാനെ, ഇത്ര ക്രൂരമായ പരീക്ഷത്തിൽ തക്ക യാതൊരു തെറ്റും അടിയൻ ചെയ്തിട്ടില്ല. അടിയൻ ഒരു കൊലപ്പുള്ളിയായി. മനസാ വാചാ കർമ്മണ അടിയൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഈ കാപാലികർ എന്നെ ഇടിച്ചേൽപ്പിക്കും. ഭഗവാനെ, ഗുരുവായൂരപ്പ. നീ ഏതാണുണ്ണി? ഞാൻ ഉണ്ണി തന്നെ. ഉണ്ണി അകത്ത് കിടന്നു. എന്റെ തറവാടിന്റെ ഇത്. കുട്ടിക്കളിക്ക് കണ്ട സമയം. ഞാൻ സത്യമേ പറഞ്ഞിരുന്നു. വൈകുണ്ഠനാഥ, ഭഗവാനെ, മാപ്പ് മാപ്പ്. നാരദരെ, നാം തിരിച്ചെടുത്ത ദൈവീയ ശക്തിയും സിദ്ധിയും നാം ഇതാ തിരിച്ചു നൽകുന്നു. ഭഗവാനെ, അവിടുന്ന് തിരിച്ചു പോകുമ്പോ അടിയനെ കൂടെ കൊണ്ടുപോകണം. മഹർഷി, കർമ്മകാന്ഡം പൂർത്തിയാകാതെ തിരിച്ചു പോകുന്നത് കൃത്യവിലോപമാണ്. നാളെ നേരെ പുലരുമ്പോ ഇവരെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. സത്യം ജയിക്കും നാരദരെ. ഇനി നാരദരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നാരായണ. ജയ് ഭവ.